ഉണ്ട്. ഓക്സ് ആണ് എനിക്ക് ഏറ്റവും മെയിനും. പിന്നെ ബ്ലൂടൂത്ത് എടുക്കാൻ പറ്റും, മാത്രമേ വർക്കുള്ളൂ. അപ്പൊ ഇത് ബാറ്ററിയിൽ ഹെൽപ്ഫുൾ ആണ്. ബാറ്ററിക്ക് ഒരു കാരണം വെച്ചാൽ കംപ്ലൈന്റ് ഇല്ല, ബാറ്ററി ചാർജ് ഇറങ്ങേയില്ല. സാധാരണ വണ്ടിയൊക്കെ ഓഫ് ചെയ്യുമ്പോൾ പാട്ട് ഓഫ് ആവും, ഇതിന് ഓഫ് ആവൂല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശ്രദ്ധിച്ച് നോക്കിയോണേ, കണ്ടില്ലേ? 2 ഫീസും ഡയോഡും കപ്പാസിറ്ററും എന്തൊക്കെയോ ഉണ്ട് ഇതില്. കാർ ചാർജർ ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഹീറ്റ് ആകുമ്പോൾ ഓപ്പൺ ആവും. ഇപ്പൊ ഓപ്പൺ ആയി, മൂലത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പൊത്ത വഴി ഇതേപോലെ, കണ്ടില്ലേ? ഓ ഗായ്സ്, അപ്പോൾ ഈ കാർ ഇരിക്കുന്ന സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ഓൾഡ് മോഡലാണ്, പയനിയറിൻ്റെ. ഇതിൽ ഓക്സ് ഇല്ല, സി ഡി ഉണ്ട് കേട്ടോ. സി ഡി ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം സി ഡി ഇതിനകത്ത് ഇടാൻ പറ്റും. എന്നാൽ ഓക്സ് ഇല്ല. പിന്നെ സി ഡി VCD മാത്രമേ എന്തോ എടുക്കുള്ളൂ, DVD എടുക്കൂല, അങ്ങനെ എന്തോ ആണ്. എല്ലാ CD എടുക്കൂല ഇതിൽ. പഴയ മോഡൽ ടൈപ്പാണ് പയനിയറിൻ്റെ, നല്ല സാധനമാണ്. അപ്പോൾ നമുക്ക് പുതിയ മോഡൽ, അതും പുതിയ മോഡലല്ലേ, ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചായിരുന്നു. ഇതാ ഈ സ്റ്റിയറിംഗ് ആണ്, അത് സോണിയുടെ സ്റ്റീറിയോ ആണ്, കാർ സ്റ്റീറിയോ. ഇതിൽ MP3 ഒക്കെ എടുക്കാം. അപ്പോൾ CD ഉണ്ട്, ഓക്സ് ഉണ്ട്, പിന്നെ എക്സ്പ്ലോററാണ്. അതുകൊണ്ട് കുറച്ച് നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതാണ് അടുത്ത അതിൽ കയറ്റാൻ പോകണം, അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇത് ഊരിയിട്ട് ഇതിൻ്റെ വയറും കിട്ടി. അതിൻ്റെ പയനിയറിൻ്റെ ഇത് ഇരുന്ന വയറും കിട്ടി. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് സോണിയുടെ കിറ്റ് ഇതാണ്. സോണിയുടെ കിറ്റ് ഈ ഒരു വലിയ കപ്പയറാണ്. അപ്പോൾ ഇത് കയറ്റണം. ഇതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഏത് ഫീസ് ബോക്സും കുറച്ച് ഹെവിയാണ് സാധനം. അപ്പം ഇതാണ് നമ്മളിനി കയറ്റാൻ പോകണം. അപ്പോൾ നമ്മൾ ഇത്ര വയറിൽ ഈ 2 വൈറ്റ് സ്പീക്കറാണ്, 2 വയലറ്റ് സ്പീക്കറാണ്, 2 ഈ വൈറ്റ് സ്പീക്കറാണ്, പിന്നെ ഗ്രീൻ സ്പീക്കറാണ്. ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ ഇതിൽ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ടല്ല. എന്തോ റിമോട്ട് മാക്സിമം ആണ്, ആൻറ്റിന എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര സ്പീക്കറാണ്. അപ്പോൾ ഇത് ഇത്രയും മാറ്റിയിട്ട് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് യെല്ലോ ഈ 3 വയറാണ് ഇതിനാവശ്യം. അപ്പം ഫീസ് ബോക്സിൽ കയറിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ റെഡ്, ഇപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പഴയ സ്റ്റീരിയോ എടുക്കണം. ഇതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. യെല്ലോ എന്ന് പറയുന്നത് ബാറ്ററി, റെഡ് എന്ന് പറയുന്നത് ഇതാണ് ACC. കീ ഓൺ ആക്കുമ്പോൾ, ഫസ്റ്റ് കീ ഓൺ ആക്കുമ്പോൾ കറണ്ട് പറഞ്ഞത് മെയിൻ റെഡാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ബ്ലാക്ക് എർത്ത്. അപ്പോൾ ഇതിന് 3 വയർ തന്നെയാണ്. അപ്പോൾ ഈ വയലറ്റ് സ്പീക്കറിൻ്റെയാണ്, ഈ വൈറ്റ് സ്പീക്കറിൻ്റെയാണ്, ഈ ഗ്രീന് സ്പീക്കറിൻ്റെയാണ്, പിന്നെ ഈ ഗ്രേ അതും സ്പീക്കറിൻ്റെയാണ്. അപ്പോൾ ഇത്ര വയർ മാറ്റണം. എന്നിട്ട് ഇത്ര വയർ ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെ റിമൂവ് ചെയ്യാം നമുക്ക്. ഇത് കമ്പനി, ഇതാണ് ലോക്ക് കമ്പനി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്തിട്ട് മെയിന് കൊടുക്കുക, യെല്ലോ നേരെ അതിൻ്റെ യെല്ലോ കുടിച്ച് കൊടുക്കുക ബാറ്ററിയിലോട്ട്, പിന്നെ എർത്ത് കൊടുക്കുക. ഈ ഒരു ഓറഞ്ച് വയർ കയറി വരണം. അപ്പോൾ അത് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി നമുക്ക്. അത് കുഴപ്പമില്ല ഗായ്സ്. അപ്പം നമുക്ക് ഇത് പിടിപ്പിക്കാം. അപ്പം നമുക്ക് റെഡിൽ നിന്ന് ഊരുക, റെഡിൽ കൊടുക്കുക, യെല്ലോ നിന്ന് ഊരുക, യെല്ലോ കൊടുക്കുക. അപ്പം ഈ ഒരു കിറ്റ് മാറും. പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്പീക്കർ തന്നെ, അത് അതുപോലെ കൊടുത്താൽ മതി ഗായ്സ്. അങ്ങനെ കട്ട് ചെയ്ത് കേട്ടാ, എല്ലാ വയറും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പീക്കർ, ഇത് സ്പീക്കർ, ഇത് സ്പീക്കർ, റെഡ് മെയിന്, യെല്ലോ ബാറ്ററി, ബ്ലാക്ക് എർത്ത്, ഈ ഓറഞ്ച് ലാസ്റ്റ് നോക്കാം. ഇതിലും അതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റീരിയോ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. തലയിടിഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീരിയോ നമുക്ക് ഓണാക്കി നോക്കാം. വെറുതെ കീ ഇല്ലെങ്കിൽ ഒരിക്കലും ഓൺ ആവില്ല കേട്ടോ. നമ്മൾ വേറെ ലൈൻ വിളിച്ചൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയാണ് വലിച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്ന് വെറും 3 വയർ. ബാറ്ററി റെഡ് വന്ന് ACC മെയിനാണ്, മഞ്ഞ ബാറ്ററിയാണ്, ബ്ലാക്ക് വന്ന് എർത്താണ്. ഈ ഒരു ഓറഞ്ച് വയർ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഓറഞ്ച് വയർ എന്ന് വെച്ചാൽ എർത്താണ്. ഇതിൻ്റെയൊക്കെ ഇതും എർത്താണ്, ഇതും എർത്താണ്, ഡബിൾ എർത്താണ്. 2 വയർ എർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് മെയിൻ ആണെങ്കിലും ചെറിയ വോൾട്ടേ ഉള്ളൂ, വലിയ വോൾട്ട് ഇല്ല നമ്മൾ കറണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ. പിന്നെ ഈ ഫീസിൻ്റെ ബോക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു
ഓക്സ് വലിച്ചിട്ടുണ്ട്. ഓക്സ് എന്ന് വെച്ചാൽ മറ്റേ സിഗരറ്റ് ലൈറ്ററൊക്കെ ഉണ്ടല്ലോ, USB ചാർജറിൻ്റെ ഒക്കെ മെയിൻ വലിച്ചിട്ടുണ്ട്. ഇത് എർത്താണ്. അപ്പോൾ അത് രണ്ടും വലിച്ച്. പിന്നെ ഇത്രയും വയർ സ്പീക്കറിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഈ ഒരു കറക്കയാ മതി, ഇഗ്നിഷൻ ഓൺ ആക്കണ്ട. സ്റ്റീറിയോ അതാ ഓണായി. അപ്പം നമുക്ക് പാട്ട് കേട്ട് നോക്കാം. ടൂണർ FM കൊടുത്തിട്ടില്ല, നമുക്ക് CD ഉണ്ട് ഇതിൽ. നമുക്ക് CD ഇട്ട് നോക്കാം, പാട്ട് കേൾക്കണുണ്ടാന്ന് നോക്കാം. സൗണ്ട് കൂട്ടി നോക്കാം. അങ്ങനെ പാട്ട് കേൾക്കണ ഗായ്സ്. അപ്പം എല്ലാം വർക്കാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റേ സെറ്റ് ചെയ്യാം, ഇതിൻ്റെ കൺസോളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് മുറുക്കി നോക്കാം. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നല്ല സ്പീക്കറൊക്കെ വലിക്കാണ്, സബും വെച്ച്. സോണി ഓക്സ് ഉണ്ട്. ഓക്സ് ആണ് എനിക്ക് ഏറ്റവും മെയിനും. പിന്നെ ബ്ലൂടൂത്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ വലിച്ചിട്ടുണ്ട് കേട്ടാ. ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റും, ഇതും കൂടെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് വലിച്ചായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് ആകുമ്പം ഓപ്പൺ ആവും. ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഓ, നല്ല ചുവന്ന് പഴുത്തിരിക്കുകയാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, നല്ല പഴുത്തിരിക്കുകയാണ്. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നല്ല ചൊവ്വാന്നിരിക്കണം. സീറ്റിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, സീറ്റിൽ പ്രസ് ചെയ്യാൻ പാടില്ല, മൂലത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല പൊത്ത ഇതേപോലെ സീറ്റ് ചെയ്താൽ അതിൽ തന്നെ കറക്റ്റ് അതിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ അത് ഏതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയാലും ഇത് ഉരിപ്പോവും. അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ പിടിപ്പിക്കുക. അങ്ങനെ ഇരുന്നാൽ മതി. അപ്പം കാർ ചാർജർ ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇത് പോലും ഒറ്റയ്ക്ക് തന്നെ അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. കാർ ചാർജർ അത് ഒരിക്കലും ഒരു വണ്ടിയിലും സാധാരണ വരണതല്ല. അപ്പം എല്ലാവർക്കും ആവശ്യമാണ്. കാർ ചാർജ് ചെയ്യാം, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, പിന്നെ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിക്കാം. അങ്ങനെ കുറേ യൂസ്ഫുൾ ഉള്ള സാധനമാണ് ഈ ഒരു സംഭവം. ഇതിന്റെ വിലയെന്ന് വെച്ചാൽ വെറും 100 രൂപയാണ് കേട്ടോ ഗായ്സ്. ഓൺലൈനിൽ കിട്ടും. ഓൺലൈന് പോലും വില കൂടുതലാണ്. ഇത് നമ്മളെ കടയിൽ നിന്നാണ് മേടിച്ചത്, വീടിൻ്റെ അടുത്ത്. പിന്നെ ഇതിൽ ലൈറ്റ് വരണതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വില കൂടുതലാണ്. ഇത് വെറും നോർമലാണ്. പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇഗ്നിഷൻ ഓൺ അല്ല കേട്ടോ. ഇഗ്നിഷൻ ഓൺ എന്ന് വെച്ചാൽ ഇതാണ് ഓൺ, ഇത് ഓഫാണ്. എന്നാലും ഇത് കേൾക്കും. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ കീ ഊരിയെടുക്കണം. ഊരിയെടുത്ത് അതിൻ്റെ മെയിൻ 10 സെക്കൻഡ് നിൽക്കും, എന്നിട്ടേ അത് കട്ടാകുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അല്ല കൊടുത്തിരിക്കണം. കണ്ടില്ലേ, ഓഫായി. ഇപ്പം എല്ലാം ഓഫാണ്, ഇവിടെ ഒന്നും കറണ്ട് ഇല്ല. അതേപോലെ ഇത് ഓൺ ആവണമെങ്കിൽ നമ്മൾ കീ ഇതിൽ പ്രസ് ചെയ്തൊന്നും ഓൺ ആവില്ല. കീ വെറുതെ ഇട്ടാലും ഓൺ ആവില്ല. ഇട്ടിട്ട് ഒരു കറക്ക് ഇറക്കുമ്പോൾ മാത്രമേ ഓൺ ആവുള്ളൂ. അപ്പം ഇഗ്നിഷൻ ഓണായി കിടന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി ചാർജ് ഇറങ്ങാം. അപ്പം ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ടും നമുക്ക് താക്കോൽ ഇട്ടാൽ മാത്രമേ വർക്കുള്ളൂ. അപ്പോൾ ഇത് ബാറ്ററിയിൽ ഹെൽപ്ഫുൾ ആണ്. ബാറ്ററിക്ക് ഒരു കാരണം വെച്ചാൽ കംപ്ലൈൻറ്റ് വരില്ല, ബാറ്ററി ചാർജ് ഇറങ്ങേയില്ല. ഇപ്പം മൊബൈൽ ചാർജ് ഇടണമെങ്കിൽ പോലും നമ്മൾ താക്കോലില്ലെങ്കിൽ ഒരിക്കലും ഇടാൻ പറ്റില്ല. താക്കോലിൽ ഒരു കറക്ക്, മൊത്തം 2 കറക്കാണല്ലോ. ഫസ്റ്റ് കറക്ക്, സെക്കൻഡ് കറക്കിലാണ് ഇഗ്നിഷൻ ഓൺ, തേർഡ് കറക്ക് സ്റ്റാർട്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സാധാരണ വണ്ടിയൊക്കെ ഓഫ് ചെയ്യുമ്പോൾ പാട്ട് ഓഫാവും, ഇതിന് ഓഫ് ആവൂലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശ്രദ്ധിച്ച് നോക്കിയോണേ, കണ്ടില്ലേ? ഇപ്പൊ വണ്ടി വഴി വെച്ചിങ്ങനെ ഓഫായി. കണ്ടേ, വണ്ടി ഓഫ് ചെയ്താലും സ്റ്റാർട്ട് ചെയ്താലും പാട്ട് ഓഫ് ആവൂല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാ ഈ ഒരു സുഡാപ്പി ഇരിക്കുന്നോണ്ടാണ്, ഫീസ്. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വലിക്കുകയാണെങ്കിൽ എന്തായാലും ഓഫാവും. പിന്നെ ഇതിൻ്റെ ഒന്ന് വയറിങ്ങിനൊക്കെ ഷോർട്ട് ആവുകയാണെങ്കിൽ, ഇപ്പൊ ഇത് ഷോർട്ട് ആവുകയാണ് എന്നാൽ നമുക്ക് സ്റ്റീറിയോ പേടിക്കണ്ട. സ്റ്റീറിയോയ്ക്ക് ഒരു ഫീസ് ഉണ്ട്, ആ ഫീസ് പോവും.
അല്ലെങ്കിൽ വണ്ടിക്ക് 2 ഫീസ് വരും, വണ്ടിയിൽ 2 ഫീസ് വരും, പിന്നെ ഇവിടെ 2 ഫീസ് വരും. ഇതാണ് സംഭവം, ഇവിടത്തെ സംഭവം ഉണ്ടല്ലേ. 2 ഫീസാണ്, സ്പെയർ ഒന്നുമല്ല കേട്ടാ, 2 ഫീസാണ്. 2 ഫീസും ഡയോഡും കപ്പാസിറ്ററും എന്തൊക്കെയോ ഉണ്ട് ഇതില്. അപ്പം എന്തെങ്കിലും കംപ്ലൈന്റ് വരെയൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ അടിച്ചു പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും സെറ്റപ്പ് ചെയ്താണ് സാധനം വെച്ചിരിക്കുന്നത്. അതിന് സൗണ്ട് ക്വാളിറ്റി, പിന്നെ സൗണ്ട് ക്വാളിറ്റിക്ക് ഒന്നും വ്യത്യാസം വരില്ല. 4 സ്പീക്കറിൽ ഒരേപോലെ ആയിരിക്കും, എരപ്പ് കാണൂല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗായ്സ്. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. FM എങ്ങനെ പെട്ടെന്ന് വെറും 5 മിനിറ്റ് 3 വയറേ ഉള്ളൂ. നമ്മൾ ഇതിനൊക്കെ വേണ്ടി പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗായ്സ്. വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി ഞാൻ ഇതൊക്കെ എടുത്ത് അതേപോലെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ. ബൈ ബൈ, സീ യു.